മുദ്ദുകൗ എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് നടനും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകനുമായ ഗോകുൽ സുരേഷ്. ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഗോകുൽ തന്റെ അഭിപ്രായം എവിടെയും തുറന്നു പറയാറുമുണ്ട്. താരം സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രതികരണങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട്. ഗഗനചാരിയാണ് ഏറ്റവും പുതിയ ഗോകുലിന്റെ റിലീസ്. സയൻസ് ഫിക്ഷൻ, കോമഡി എന്നീ കാറ്റഗറിയിൽ പെടുത്താവുന്ന സിനിമയ്ക്ക് ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. അനാർക്കലി മരക്കാർ നായികയായ സിനിമയിലെ ഗോകുലിന്റെ പ്രകടനത്തിനും അഭിനന്ദനങ്ങൾ ലഭിക്കുന്നുണ്ട്. അച്ഛൻ സുരേഷ് ഗോപി ഈ ചിത്രം കണ്ടതിന് ശേഷം പറഞ്ഞതിനെ കുറിച്ചും തന്റെ മറ്റു വിശേഷങ്ങളുമെല്ലാം പങ്കുവയ്ക്കുകയാണ് നടൻ. അച്ഛൻ പടം കണ്ടിരുന്നു. ഫെസ്റ്റിവൽ ഔട്ടാണ് കണ്ടത്. അച്ഛന് നന്നായി ഇഷ്ടപ്പെട്ടു. ഗണേശൻ കലക്കിയെന്ന് പറഞ്ഞു. യു ആർ എ ഗുഡ് ആക്ടർ എന്ന് എന്നോടും അച്ഛൻ പറഞ്ഞു. അതുപോലെ അച്ഛൻ തന്നിട്ടുള്ള ഒരേ ഒരു ഉപദേശം പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചാൽ തടി വെക്കുമെന്നത് മാത്രമാണ്. ഒരു ഷോട്ടിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ആകും അച്ഛൻ ഉപദേശം തരിക എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഞാൻ കുറച്ച് തടിയുള്ള ആളായത് കൊണ്ടാകണം പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചാൽ തടി വെക്കുമെന്ന് മാത്രം അച്ഛൻ പറഞ്ഞത്. പ്രൊഡക്ഷൻ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആണ്. ഗഗനചാരിയുടെ സമയത്ത് 103 കിലോ ഉണ്ടായിരുന്നു. ഫുഡ് ഞാൻ കളയാറില്ല, പരമാവധി കഴിക്കും. ഒട്ടും നിവർത്തിയില്ലെങ്കിലേ കളയൂ എന്നും ഗോകുൽ പറയുന്നു. സുരേഷ് ഗോപിയെ അമിതമായി സോഷ്യൽ മീഡിയയിൽ ക്രൂശിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ളയാളാണ് ഗോകുൽ. ഇതേക്കുറിച്ചും നടൻ അഭിമുഖത്തിൽ സംസാരിച്ചു. നല്ലത് ചർച്ച ചെയ്യപ്പെടുന്നത് കുറവും ചീത്ത ചർച്ച ചെയ്യപ്പെടുന്നത് കൂടുതലുമാണ്. എന്റെ അച്ഛന്റെ കാര്യത്തിൽ മാത്രമല്ല ഇങ്ങനെ. രണ്ടുപേർ പിന്നിലുണ്ടെങ്കിൽ എന്തും പറയാമെന്ന ധാരണ ചിലർക്കുണ്ട്. എന്റെ പിറകിൽ ആരുമില്ലെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാവും റിയാക്ട് ചെയ്യുക. ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നന്മയുടെ വശത്തേക്ക് തിരിഞ്ഞാൽ തന്നെ പല വിഷയങ്ങളും ശരിയാകും. ഭക്ഷണമില്ലായ്മയായാലും അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലാക്കുന്ന പ്രവണതയായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. നമുക്കറിയാത്ത കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ വെള്ളം കിട്ടാതെ മരിച്ചു പോകുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം ഉള്ളപ്പോഴാണ് നമ്മൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സദ്യ കഴിക്കാറില്ല. എന്റെ പെങ്ങളുടെ കല്യാണത്തിന്റെ സദ്യ പോലും ഞാൻ കഴിച്ചിട്ടില്ല. എന്റെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ എന്റെ ഒരു വട്ടാണ് എന്നൊക്കെ പറയാം. എത്ര നല്ല സദ്യ ആണെങ്കിലും കുറെ ഇലകളിൽ ഭക്ഷണം ബാക്കിയായി വേസ്റ്റായി ഇരിക്കുന്നത് കാണാം. ഫ്രണ്ട്സിന്റെ ഫാമിലിയിലെ വിവാഹങ്ങൾക്കൊക്കെ പോകുമ്പോൾ ബിരിയാണിയൊക്കെ ലോഡ് കണക്കിനാണ് കുഴിയിൽ കൊണ്ട് തട്ടുന്നത്. അത് കാണുമ്പോൾ എനിക്ക് വിഷമം വരും. ആ കുഴിയിലേക്ക് കൂടെ എടുത്ത് ചാടാനൊക്കെ തോന്നും. നന്മയെന്ന് പറയുന്ന സാധനം ആളുകളുടെ ബേസിക് നേച്ചറിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറും. പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്നാണ് ഗോകുൽ പറഞ്ഞത്.